ഇന്ന് ന്യൂസ് ടെൻസിന് പരിശോധിക്കേണ്ടതായി വരുന്നത് മലയാളിയുടെ മനോനിലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു കരുവാറ്റയിൽ അടുത്ത ബന്ധുവായ 13 വയസ്സുകാരിയും അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയാകാത്ത മറ്റു 3 പേരും ചേർന്നുകൊണ്ട് ഒരു വയോധികനെ കൊലപ്പെടുത്തിയ വാർത്ത പുറത്തുവന്നത്. അതേ ദിവസം തന്നെയായിരുന്നു ഭാര്യയുടെ കിടപ്പറയിലെ ദൃശ്യങ്ങൾ ഭർത്താവ് അശ്ലീല സൈറ്റുകളിൽ വിറ്റു എന്ന വിവരവും പുറത്തുവരുന്നത്. ഇന്നിതാ തുടർച്ച എന്ന നിലയിൽ തന്നെ MDMA കച്ചവടം ചെയ്തതിന് ഒരു കുടുംബത്തിലെ അമ്മയും മകനും ഉൾപ്പെടെയുള്ളവർ പിടിയിലാകുന്നു എന്ന വാർത്ത കൂടിയാണ് പുറത്തുവരുന്നത്. നമ്മൾ ആദ്യം കരുവാറ്റയിലെ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും തുടർച്ചയിലേക്കും ആണ് പോകുന്നത്. അവിടെ ഇതാ വയോധികന്റെ കൊലപാതകത്തിൽ നിർണായകമായ വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 13-കാരിയായ പെൺകുട്ടിക്ക് കൊല്ലപ്പെട്ട ശിവൻകുട്ടിയോട് കടുത്ത വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ശിവൻകുട്ടിയെ കൊല്ലുമെന്ന് നേരത്തെയും ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു എന്നാണ് വിവരം. ആൺ സുഹൃത്തിനോടാണ് കൊല്ലുന്നില്ല എങ്കിൽ താൻ ഈ കൊലപാതകം നടത്തും എന്ന് പെൺകുട്ടി മൊഴി നൽകിയത്. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപും പെൺകുട്ടിയും ശിവൻകുട്ടിയുമായി വഴക്കുകൾ ഉണ്ടായി എന്നതാണ് വിവരം. കൊല്ലപ്പെട്ടയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് ഈ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും അത് പോലീസ് ഏറെ ഗൗരവത്തോടെ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ അതാണോ യഥാർത്ഥ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിൽ അടക്കം ആണ് വ്യക്തത വരേണ്ടത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ആണ് ചേരുന്നത്. ശരണ്യ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് മോശമായ ഇടപെടലുകൾ ഉണ്ടായി എന്ന് പെൺകുട്ടി പറയുമ്പോഴും പോലീസ് സംശയിക്കുന്നത് ഇക്കാര്യങ്ങളല്ല, മറിച്ച് കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം, ഈ പെൺകുട്ടിയുടെ പശ്ചാത്തലം, കൂട്ടുകെട്ട്, അതെല്ലാം ഏറെ ഗൗരവത്തോടു കൂടിയാണല്ലോ പോലീസ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. അഭിലാഷ്, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു കേസാണിത്. കാരണം നമുക്കറിയാം, കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് 13-കാരിയായ ഒരു വിദ്യാർത്ഥിനിയുടെ നേതൃത്വത്തിൽ കൗമാരക്കാരായ 3 ചെറുപ്പക്കാർ ചേർന്ന് ഒരാളെ കൊലപ്പെടുത്തിയത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കേസിന്റെ മുഴുവൻ ആസൂത്രണവും, അതായത് ഈ കൊലപാതകത്തിന്റെ മുഴുവൻ ആസൂത്രണവും നടത്തിയത് ഈ 13-കാരിയായ പെൺകുട്ടിയാണ് എന്നുള്ളതാണ്. അതായത് വീടിന്റെ അലമാരയുടെ ലോക്കറുകൾ തുറന്നു വെക്കുന്നു, ഒപ്പം തന്നെ ഈ വീടിന്റെ മുളകുപൊടി കാണുന്ന രീതിയിൽ, അതായത് സ്പൈഡർ എന്നുള്ളൊരു സിനിമയെ ആസ്പദമാക്കിയാണ് അത് കണ്ട് ആ രീതിയിലാണ് ഇവർ ഇത്തരത്തിൽ ഒരു ഈ കൊലപാതകത്തിന് വേണ്ടിയുള്ള പശ്ചാത്തലം ഒരുക്കിയത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അങ്ങനെ ഒരു സിനിമകളിൽ നിന്നൊക്കെയുള്ള പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുന്നു, അതിനനുസരിച്ചൊരു പ്ലാനിങ് നടത്തുന്നു, അത് ആൺ സുഹൃത്തുക്കളോടുമായി പങ്കുവയ്ക്കുന്നു. അവർ നിർബന്ധിതമായി, അതായത് താൻ ഇത്തരത്തിൽ ഇപ്പോൾ ഇതിൽ കിട്ടിയിരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴി എന്ന് പറയുന്നത് ഇതിനു മുമ്പും മുത്തശ്ശനെ കൊലപ്പെടുത്തുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഈ പെൺകുട്ടി പറഞ്ഞിരുന്നതായുള്ള മൊഴി, മറ്റു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നതായുള്ള മൊഴി ലഭ്യമായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത് ചെയ്തില്ലെങ്കിൽ താൻ ചെയ്യും എന്നുള്ള രീതിയിൽ ആൺ സുഹൃത്തുക്കളോട് വിവരം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്ര വൈരാഗ്യ ബുദ്ധിയോടെയാണ് ഈ കൊലപാതകത്തിന്, അതായത് മുൻവൈരാഗ്യം ഈ കുട്ടി മുത്തച്ഛനോട് വെച്ച് പുലർത്തിയിരുന്നു എന്നുള്ളതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് കൃത്യമായി പിടിക്കപ്പെട്ടിട്ടും തുടക്കം മുതൽ തന്നെയുള്ള തെളിവുകൾ ഇപ്പോൾ ആലപ്പുഴയിലെ അന്വേഷണ സംഘം ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഹരിപ്പാട് അന്വേഷണ സംഘമൊക്കെ ചോദ്യം ചെയ്യുമ്പോഴും ഒരിക്കൽ പോലും തെളിവുകൾ നിരത്തി പോലീസ് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ഇതൊന്നും അംഗീകരിക്കാനായിട്ട് ഈ പെൺകുട്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതായത് താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള നിലപാടിൽ വളരെ ബോൾഡായി ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പറഞ്ഞത്. പിന്നീട് ചില തെളിവുകൾ നിരത്തി ഇതിനകത്ത്, അതായത് ഇൻസ്റ്റഗ്രാം വഴിയാണ് കോളുകൾ മുഴുവൻ പോയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ ഈ ആൺ സുഹൃത്തുക്കളുമായുള്ള കോണ്ടാക്റ്റും ഒപ്പം തന്നെ വരാനുള്ള സംവിധാനങ്ങൾ, അതായത് കൊലപാതകം നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതുമെല്ലാം ഇൻസ്റ്റഗ്രാം കോൾസ് ആണ് വന്നിരിക്കുന്നത്. വീഡിയോ കോളും വന്നിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. അതായത് ഈ കൊലപ്പെടുത്തുന്ന സമയത്ത് വീഡിയോ കോളിലൂടെ കൊലപ്പെടുത്തുന്ന തനിക്ക് കാണണമെന്നായി പെൺകുട്ടി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വീഡിയോ കോൾ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അപ്പോൾ ഇവര് കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാനിങ്, ഇതിന്റെ എക്സിക്യൂഷന് വേണ്ടി ഈ പെൺകുട്ടി തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശനിയാഴ്ച രാത്രിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഞായറാഴ്ച വീട്ടിലേക്ക് സുഹൃത്തുക്കളുമായി എത്തുന്നു. അവിടെ നിന്നും തൊട്ടടുത്ത കടയിൽ നിന്ന് പലഹാരങ്ങൾ വാങ്ങിയിട്ടുണ്ട്. തിരിച്ച് പോകുന്ന വഴിക്കും വേറെ സുഹൃത്തുക്കളുമായി പലഹാരങ്ങൾ അവിടെ വാങ്ങാൻ, ആ സമയത്തൊന്നും ഈ കുട്ടി കടയിലേക്ക് പ്രവേശിച്ചിരുന്നില്ല എന്നുള്ളതും, അതായത് അവിടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നുണ്ട്, കട നടത്തുന്ന ആളുകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഘട്ടത്തിലും വന്നിറങ്ങുന്നു, പോകുന്നു,
ഇത് അങ്ങനെ, അതായത് മുത്തശ്ശന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അപ്പോൾ വിളിച്ച ഘട്ടത്തിൽ തന്നെ അത് ഇത്തരത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി, അതായത് താൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൃത്യമായൊരു പ്ലാനിങ് അവിടെ നടത്തുന്നുണ്ട്. ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്, വീട്ടുകാരെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, മദ്യപിച്ച് കിടക്കുകയായിരിക്കും എന്നുള്ള രീതിയിൽ വീട്ടുകാരോട് വിവരം ഈ കുട്ടി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വീടിന്റെ സംവിധാനങ്ങൾ, പശ്ചാത്തലങ്ങൾ എല്ലാം, മോഷണത്തിന് വേണ്ടിയുള്ള പശ്ചാത്തലങ്ങൾ, ലോക്കർ തുറന്ന്, വീടിന്റെ അലമാരയുടെ ലോക്കർ തുറന്നിടുന്നുണ്ട്. അതോടൊപ്പം മുളകുപൊടി വിതറുന്നതിന് വേണ്ടി കാണുന്ന രീതിയിൽ അത് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൗകര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുട്ടിയാണ്. ഈ കുട്ടി കൊടുത്തിരിക്കുന്ന ഡയറക്ഷന്റെ, ഈ 13 വയസ്സുകാർ കൊടുത്തിരിക്കുന്ന ഡയറക്ഷന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർ മൂവ് ചെയ്തെന്ന് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിനായി നിന്നത് ഈ 13-കാരിയാണ് എന്നുള്ളതാണ് കേരളം ഞെട്ടലോടെ കാണുന്നത്. തീർച്ചയായും അവിടെ ശരണ്യ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ 13-കാരിയുടെ ആസൂത്രിതമായ ഗൂഢാലോചന, അതിന് നേതൃത്വം നൽകിയത് 13-കാരി, ഒപ്പം ഈ പെൺകുട്ടി നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മറ്റുള്ളവർ ഈ ക്രൂരകൃത്യം നടപ്പിലാക്കിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇതിൽ എല്ലാ പ്രതികളും പ്രായപൂർത്തിയാകാത്തവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രേക്ഷകരുമായി വിവരങ്ങൾ പങ്കുവെക്കുമ്പോഴടക്കം പരിമിതികളുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഈ പെൺകുട്ടി ഈ മരണപ്പെട്ടയാളുടെ അടുത്ത ബന്ധുവാണ് എന്നതൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ്. ശരണി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അവർ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. എങ്ങനെ കൊലപാതകം നടത്തണമെന്ന് ആസൂത്രണം ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ പറയുന്നത് പെൺകുട്ടിക്ക് മൊബൈൽ വാങ്ങുന്നതിന്, മറ്റ് ആൺ സുഹൃത്തിന് ഇരുചക്ര വാഹനം വാങ്ങുന്നതിന് അങ്ങനെ നടത്തിയ മോഷണം എന്നൊക്കെയാണ്. ഈ കുറ്റകൃത്യം വീഡിയോ കോളിലൂടെ കാണുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നതാണല്ലോ വിവരങ്ങൾ. ഇതൊന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നവയല്ല. എങ്കിൽ പോലും ഈ ഒരു പശ്ചാത്തലം, പെൺകുട്ടിയുടെ സൗഹൃദങ്ങൾ, അതിനെയൊക്കെ ഈ മരണപ്പെട്ട ശിവൻകുട്ടി എതിർത്തിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അതായത് ഇവര് താമസിച്ചിരുന്നത് കൊല്ലത്തായിരുന്നു. കൊല്ലം പരവൂരിൽ നിന്നും 1.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ കരുവാറ്റയിലേക്ക് താമസം മാറിയിട്ട്. കരുവാറ്റയിൽ ഈ വീട്, അതായത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അതിന് തൊട്ടടുത്ത് തന്നെ, ആ വീടിന്റെ തൊട്ട് മുന്നിൽ തന്നെയുള്ള സ്ഥലത്ത് ആണ് 2 വീടുകളായി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ശിവൻകുട്ടിയുടെ 2 മക്കളും വിദേശത്തായിരുന്നു. അതിനുശേഷം ഒരാൾ ഇവിടേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട്, മറ്റൊരാൾ വിദേശത്താണ്. അപ്പോൾ ആ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ 6 മാസമായി മുത്തശ്ശൻ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അത്തരത്തിൽ ശിവൻകുട്ടി എത്തിയത് ഈ കുട്ടിയുടെ ഒരു സ്വാതന്ത്ര്യത്തെ കൃത്യമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കുട്ടി പലപ്പോഴും പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള സൗഹൃദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്. ലഹരി ഉപയോഗമുണ്ട് എന്നുള്ളത് വീട്ടുകാർക്കുൾപ്പെടെ അറിയാം എന്നുള്ളതാണ്. അതായത് ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് കുട്ടി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു. അതോടൊപ്പം തന്നെ ഈ വന്നിരിക്കുന്ന ആൺസുഹൃത്തിന്റെ സുഹൃത്തുക്കളും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ് എന്നുള്ളത് അവരും പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലവിലത്തെ സഞ്ചാരവും വരവും പോക്കും ഒക്കെ ഈ ഇദ്ദേഹവുമായി വഴക്കുണ്ടാക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷെ കുട്ടി അതിനകത്ത് ബാഡ് ടച്ച് മുത്തശ്ശൻ ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു മൊഴി പോലീസിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം ഈ പ്രതികൾ പല രീതിയിലുള്ള മൊഴികളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ആ വിഷയത്തെ എത്രമാത്രം, അതായത് ഈ നിലവിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത് പറഞ്ഞിട്ടുള്ളതാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് ഉയരുന്നുണ്ട്. എന്തായാലും ആ വശവും പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നലെ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിന്റെ നേതൃത്വത്തിൽ സംഘം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുമൊപ്പം അപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ വാസനയോടുകൂടി കാര്യങ്ങൾ വളരെ കൃത്യമായി അവർ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. അത് ഇപ്പോൾ തുടങ്ങിയ പ്ലാനിംഗ് അല്ല, നേരത്തെ തന്നെ തുടങ്ങിയ പ്ലാനിംഗ് ആണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഈ കൊല്ലം പരവൂരിൽ നിന്നും ഈ 3 കൗമാരക്കാരായ കുട്ടികൾ അവരെ ട്രെയിൻ മുഖാന്തരമാണ് കരുവാറ്റയിലേക്ക് എത്തുന്നത്. അവിടുന്ന് ഓട്ടോ റിക്ഷ എടുത്ത് ആണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് ഈ സ്ഥലത്തേക്ക് എത്തി ഈ കൊലപാതകം നടത്തിയ ശേഷം ഇവർ പോയി ആഘോഷമായി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാണ് മടങ്ങിയത്. അപ്പോൾ ഇവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ്. യാതൊരുവിധ ഭയവും കുട്ടികൾക്ക് ഇല്ല എന്നുള്ള ഒരു
കാര്യമാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അഭിലാഷ്, ഇത് വെറും ഒരു കൊലപാതകമല്ല, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയല്ല, മറിച്ച് ശ്വാസം മുട്ടിക്കുന്നതിന് മുമ്പ് തല ഭിത്തിയിൽ ഇടിക്കുക ഉൾപ്പെടെ ശക്തമായ അടി തല കേൾക്കുക ഉൾപ്പെടെയുള്ള ക്രൂരമായ മർദ്ദനം കൂടി ആ മനുഷ്യന്മേൽ ഏൽപ്പിച്ചതിന് ശേഷമാണ് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചുകൊണ്ട് ഇത് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ 17ഉം 16ഉം വയസ്സുള്ള കുട്ടികളെ, നമുക്കറിയാം ഡൽഹി ക്രൈമിൽ അടക്കം ഏറ്റവും ക്രൂരമായ കാര്യങ്ങൾ ചെയ്തത് അന്ന് ഈ പ്രായപൂർത്തിയാകാത്ത 17കാരനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കേസ് ഉൾപ്പെടെ പരിഗണിച്ച് അന്നത്തെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കുറ്റവാസന കാണിക്കുന്നവരെ അഡോളസെന്റ് ഏജിലുള്ള ആളുകൾ അഡൽട്ടായി തന്നെ കണക്കിലെടുത്ത് ആ ഒരു രീതിയിൽ അത് പരിഗണിച്ച് അതിന്റെ ട്രയൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആവശ്യം കൂടി ജില്ലാ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം ഇവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരമല്ല, അതിക്രൂരമായിരുന്നു ഇവർ ചെയ്ത കാര്യങ്ങൾ ലെവലേശം പോലും കുറ്റബോധം ഇവർക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മറ്റൊരു തലത്തിൽ പരിശോധിക്കേണ്ടതാണ്. ഇവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ജുവനൈലാണ്. ഈ മറ്റു കുട്ടികളുടെ കേസിനകത്ത് 16ഉം 17ഉം വയസ്സുള്ളവരുടെ കേസിൽ ഒരുപക്ഷെ ഈ ഡൽഹിയിലെ സമാനമായ സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കുന്നത് പോലെ കരുതിയാൽ പോലും, അപൂർവമായ കേസായിട്ട് ഇതിനെ പരിഗണിച്ചാൽ പോലും, പക്ഷേ ഈ 13കാരിക്ക് നിയമപരമായ പല ആനുകൂല്യങ്ങൾ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി സമൂഹത്തിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. അതിനെ എങ്ങനെ മറികടക്കുന്നുള്ളത്. എന്തായാലും ഈ കുട്ടി നേരത്തെ കൊടുത്തിട്ടുള്ള ഒരു മൊഴി, അതായത് പോലീസിന് കൊടുത്തിട്ടുള്ള ഒരു മൊഴിയിൽ അമ്മയ്ക്ക് തന്നോട് സ്നേഹമുണ്ടായിരുന്നില്ല എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാം ഇത്തരത്തിലുള്ള കൗമാരക്കാരായ ആളുകൾ ഇപ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആദ്യം രക്ഷകർത്താക്കളെയാണ് പറയുന്നത്. പക്ഷേ അമ്മ വിദേശത്ത് പോയി ആദ്യ ബന്ധത്തിൽ ഉണ്ടായ കുട്ടിയാണിത്. അപ്പോൾ അച്ഛൻ ഇവിടെ അവരെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം അമ്മ കുറേ നാൾ വിദേശത്ത് വീട്ടുജോലി എടുത്തിട്ടാണ് മറ്റു കാര്യങ്ങൾ ചെയ്തത്. പിന്നെ ഈ കുട്ടിയുടെ TC വന്നിരിക്കുന്നത് 6 മാസം മുമ്പ്. കുട്ടിയുടെ TC ഇവിടുത്തെ ഹരിപ്പാട് കോളേജിലേക്ക് വന്നിരിക്കുന്നത് ഓൺലൈൻ ട്രാൻസ്ഫർ വന്നിരിക്കുന്നത്. സ്കൂളിൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു എന്നുള്ളതൊക്കെ, സാധാരണ കുട്ടികളെ പോലെ അല്ലായിരുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതിനകത്ത് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടതുണ്ട്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ചോദ്യം ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് വളരെ അതായത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ഒരു കേസിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ, എക്സ്പീരിയൻസ്ഡ് ആയി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഈ കുട്ടികൾ ഇതിനകത്ത് മൊഴി നൽകുന്നു. അതിൽ ഏറ്റവും ബോൾഡായി ഉറച്ചു നിൽക്കുന്നത് ഈ പെൺകുട്ടിയാണ് എന്നുള്ളതാണ്. യെസ്, അതാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി വളർന്ന പശ്ചാത്തലം കൂടി പരിഗണിക്കാതെ പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് മറ്റ് സൗഹൃദങ്ങൾ ഉണ്ടായത്? ആ സൗഹൃദ വലയത്തിൽപ്പെട്ടവരുടെ പശ്ചാത്തലവും എന്താണ്? ഇങ്ങനെ ഒരു കൂട്ടായി ആക്രമിച്ച് കൊലപാതകം നടത്താൻ പറ്റുന്ന തരത്തിലേക്ക് ഈ കൗമാര കൂട്ടായ്മ എങ്ങനെ എത്തപ്പെട്ടു എന്നത് ഉൾപ്പെടെയുള്ള വിശദമായ അന്വേഷണം ആണ് പോലീസിന് നടത്തേണ്ടതായി വരുന്നത്.